ഹലോ ഗൈസ്, ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ പറ്റിയാണ്. അതായത് ഈ പ്ലാൻ ഫോളോ ചെയ്താൽ നമുക്ക് കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയൂല, പക്ഷേ കുറേ പൈസ ലാഭിക്കാൻ പറ്റും. അങ്ങനെ ലാഭം ഉണ്ടാക്കിയ ഒരു ഇൻവെസ്റ്ററിനെ എനിക്കറിയാം, എൻ്റെ അമ്മ. ഇനി ഈ പ്ലാൻ എന്താണെന്ന് കാണിക്കാം. ഇതിന് 5 പൈസ ചിലവില്ല. നിങ്ങളിതിനെ കുറച്ച്, പക്ഷേ ഞാനിത് കാണിച്ചാൽ നിങ്ങൾ തന്നെ കളിയാക്കരുത്. നിങ്ങളിതിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ഒരിത്. ഇതാണ് ആ പ്ലാൻ ചക്കക്കുരു. അതായത് ഇതുപോലെ ഒരു 5-6 ചക്കക്കുരു നമ്മൾ എവിടെന്നെങ്കിലും സെറ്റ് ചെയ്ത് വീടിൻ്റെ പല ഭാഗത്തായിട്ട് കുഴിച്ചിട്ടാൽ ഗൂഗിൾ പറയുന്ന കണക്കനുസരിച്ച് ഒരു 8-10 കൊല്ലം കൊണ്ട് കായ്ഫലം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിൽ നിന്നുണ്ടാക്കുന്ന ലാഭം അത് നമ്മൾ കൈവരിക്കുന്ന സ്കിൽസിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഉദാഹരണത്തിന് 4-5 ആളിൻ്റെ അടി പൊക്കത്ത് നിൽക്കണം ചക്ക, മറ്റേ തോട്ടം കൊണ്ട് കുത്തി തറയിടുക, അത് വെട്ടിപ്പറിച്ച് തുളയാക്കുക, പിന്നെ അതിനെ പല രൂപത്തിലും ഭാവത്തിലും രുചിയിലും ആക്കി എന്നെപ്പോലെ വീട്ടിൽ അടുക്കള പോലും കയറാതെ ഒരു പണിയെടുക്കാതിരിക്കണം എൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് എനിക്ക് വിശപ്പടക്കുക. പിന്നെന്തിനാണ് ഈ ചക്ക അലുവ, ചക്ക വറട്ടിയത്, ചക്ക ചിപ്സ്, ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി ബേക്കറി പൈസ ലാഭിക്കുക. പിന്നെ ഈ ചക്കക്കുരുവിനെ പുച്ഛിക്കുന്നവരുടെ ഫ്രണ്ടിൽ ഇതേ സാധനം അരച്ച് ചേർത്ത് കറിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത് അവരറിയാതെ കൊടുത്ത് അവരെ കൊണ്ട് കിടിലം കറി എന്ന് പറയിച്ച് ആനന്ദം കണ്ടെത്തുക എന്ന് തുടങ്ങി ചക്കച്ചുള ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് സൈഡിങ് ഉണ്ടാക്കുന്നത് വരെയുള്ളൊരു അനന്തമായ വരുമാന സാധ്യത ഇതിൻ്റെ പുറകിലുണ്ട്. പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള ലാഭം എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ഞാൻ പച്ചക്കറി വാങ്ങാൻ കടയിൽ പോയപ്പോഴാണ്. അതായത് 1 കിലോ തക്കാളി 80 രൂപ, 55 രൂപ കൊടുത്ത് സവാള വാങ്ങിച്ചതിൽ 4 എണ്ണം ചീഞ്ഞത്, 4 ക്യാരറ്റ്, ഉണക്ക ക്യാരറ്റ്, അത് തൊലിയെല്ലാം കളഞ്ഞിട്ട് പിന്നെ അതിന് വെയിറ്റ് ഇല്ല, അതിന് എത്ര രൂപ, 40 രൂപ, 30 രൂപ, 45 രൂപ. ഇതെല്ലാം ആലോചിച്ച് ഞാൻ ഇങ്ങനെ അന്തം വിട്ടിട്ട് ചുമ്മാ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞൊരു 2-2.5 മാസമായിട്ട് ഞാൻ തിന്നണ ആഹാരത്തിലൊന്നും ഈ മേൽപ്പറഞ്ഞ പച്ചക്കറികളില്ല. മുരിങ്ങയ്ക്ക, ചക്ക, മാങ്ങ, തേങ്ങ, ഇവയല്ലാതെ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതായത് എൻ്റെ വീട്ടിലെ സാമ്പത്തിക ഭദ്രത ഊട്ടിയുറപ്പിക്കുന്നതിൽ അമ്മ ചക്ക കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന നേട്ടം നമ്മുടെ ബാക്കി കുടുംബാംഗങ്ങൾക്ക് വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പോലും അത്ര ഭീകരമാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ തന്നെയായിരിക്കും നടക്കുന്നത്. നിങ്ങളൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കൂ.